വെറുതെ നടക്കാനായിട്ട് പുറത്തിറങ്ങുമ്പോൾ മയം വന്നു. അപ്പോൾ തിരിച്ച് നടക്കുന്നു ഇതാക്കൽ മഴ വന്നു പോയും ചെയ്തു. തിരിച്ചങ്ങ് എത്തി കുറേ നടക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു പുസ്തകം വായിച്ചതിന് പുസ്തകം ഞാൻ ഇന്ന് മേടിച്ചൊരു പുസ്തകം എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാതെ പുസ്തകം ഇതാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൽ സംസ്കൃതത്തിൽ ലൈൻ കണ്ടു യമാത രാജഭാനസ എന്ന് പറഞ്ഞിട്ട്. വായിച്ചപ്പോൾ എനിക്കൊരു സംശയം ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് മനസ്സിലായി. ഇത് ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇത് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ഈ സംഭവം എന്താണെന്ന്. അത് നമ്മളെ മലയാളത്തിൽ ഈ കവിതകൾ എഴുതുന്നതിൻ്റെ എല്ലാം വൃത്തം കണ്ടുപിടിക്കാണ്ടിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നോട് വന്നിട്ട് ഉണ്ടായിട്ടില്ല എന്നാ ശ്ലഥകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറച്ചിരിയിൽ അത് മഞ്ചരിയായിടും. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ്റെ പ്രായത്തിലുള്ളവർ. എൻ്റെ പ്രായത്തിൽ എന്നെക്കാട്ടി മൂത്താറിൽ നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയെല്ലാം ഇത് കൃത്യം കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിച്ചിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് ചോദിച്ചിട്ടാകുമ്പോൾ. അവർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. വേറെ ഒന്നുമില്ല, പുതിയതായിട്ടൊന്നും ശ്ലോകമൊന്നും ഉണ്ടാക്കുന്നില്ല. ശ്ലോകം ഓൾറെഡി ശ്ലോകമല്ല, അത് ഒരു ലൈൻ അത്ര തന്നെ. അത് ശരിക്കും പഴയ ഇന്ത്യൻ കുറേ കാലം മുമ്പെല്ലാം ഈ കണക്കിലെ കളികൾ ഇന്ത്യക്കാർ ഭയങ്കര മുമ്പിലായിരുന്നല്ലോ. അപ്പോൾ ഈ ബൈനറി സിസ്റ്റം 1010 എന്ന് പറയുന്നത് നമ്മളെ പുതിയ കമ്പ്യൂട്ടർ ബൈനറി സിസ്റ്റം ഇല്ല, അതുപോലെ അന്ന് ഇങ്ങനെ ഇതിനു വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരിതായിരുന്നു. അത് മലയാളം ഇതിൻ്റെ വൃത്തം എന്തല്ലേ, ആ മലയാളത്തിൽ കവിതയൊക്കെയുള്ളൊരു വൃത്തം ഒരു സെറ്റപ്പ് ഇങ്ങനെ ഈ രീതിയിൽ വരാമെന്ന്. പണ്ടെല്ലാം ഇന്ന് പറയുന്ന പോലെ ഇങ്ങനെ വായിൽ തോന്നിയ പാട്ട് കവിത അല്ലല്ലോ. പണ്ട് അതിനുള്ളൊരു നിയമം ഉണ്ടായിരുന്നു, ഒരു കാര്യം. അതുപോലെ വാക്കുകൾ അതുപോലെ അടുപ്പിച്ച് വരണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എങ്ങനെ പറഞ്ഞാലും അത് പാട്ടാവും, ആൾക്കാർക്ക് മനസ്സിലായാൽ മതി. പണ്ട് പാട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പാട്ട് മനസ്സിലാവും, പക്ഷെ അതിനൊരു വൃത്തമില്ല. അപ്പോൾ ഞാനെത്തി. അപ്പോൾ വൃത്തം കണ്ടുപിടിക്കണം. അപ്പോൾ വൃത്തം കണ്ടുപിടിച്ചു. അതൊരു വൃത്തമുണ്ട്, പക്ഷെ വൃത്തത്തിനകത്ത് ഒരുത്തനുണ്ട്, വൃത്തിയിലൊരുത്തൻ. ഹലോ യമാതാ രാജഭാനസ, മനസ്സിലായാ? ഓ അതിന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നല്ലോണം മനസ്സിലായിട്ടുണ്ട്, ബാലട്ടുന്നുണ്ട്. മനസ്സിലായിട്ടേ ചോദിച്ചാൽ മതി കേട്ടാ, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാം. വൃത്തം മനസ്സിലായിനാ? ഏത് വൃത്തം? ഇതാ ശ്ലഥകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം, അങ്ങനെ ആയിക്കൂടാ. രണ്ടക്ഷരം കുറച്ചിരിയിൽ അത് മഞ്ചരി ആയിടും. എന്തായിടും? അതാവും ഇത് വൃത്താവും പോയെന്ന്. വൃത്താവും. നിനക്കാ വൃത്തം മനസ്സിലായിനാ? മനസ്സിലായിട്ടേ നോക്കിക്കൂടാ. അതെന്തെങ്കിലും ആയിക്കോട്ട്, ഈ വൃത്തത്തിനകത്തോട്ട് എന്തെങ്കിലും ഇട്ടിരുന്നുണ്ടോന്നാണ് ആ രണ്ടാളും ചോദിക്കുന്നത്. നോക്കട്ടെ ആ തോറ്റ്. അതിനകത്ത് പാല്. കള്ള അതാ പാല്. നോക്കുന്ന പോലില്ലല്ലോ. വൃത്തം ചോദിച്ചാലോന്ന്. ഇവിടെ വൃത്തത്തിലെന്തോ ഉണ്ട്. വേണ്ടേ? ഞാൻ ചോദിക്കില്ല. നീ വന്നിട്ട് കുടിച്ചോ. എന്തിനാ? ഓ പാല്, അത് ചൂടാന്ന്, തണിഞ്ഞിട്ടേ കുടിക്കാൻ കഴിയൂന്ന്. തണിയുന്നവരെ കാത്ത് കാണാം. ശരി എന്നാൽ ഓക്കെ.